ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കൻ തീരത്തായി ഒരു പ്രദേശമുണ്ട്. പശ്ചിമഘട്ടത്തിലെ ആനമലയുടെ മകൾ ഭാരതപ്പുഴ അറബിക്കടലിനെ പുണരുന്ന തീരം. പുഴയുടെ അസ്തമയം കടലിന്റെ തുടക്കമാണ്. അവിടം മണൽത്തരികളിൽ സൂര്യൻ തങ്കമഴ വർഷിക്കും. അപ്പോൾ തട്ടിൻ പുറത്തിരുന്ന് മനുഷ്യർ സ്നേഹത്തിന്റെ അമൃത ഗാനധാര പൊഴിക്കും. പൊന്നാന ചരിച്ച ഭൂതലമേ, പൊന്നൊളി ചിതറും പാവന നഗരമേ, പൊന്നാനി ഈ പൊന്നാനി. പൊന്നാനി ഒരു ദേശമല്ല, ജന്മജന്മാന്തരങ്ങളായി ജനിതക പാതകളിലൂടെ പ്രയാണം ചെയ്യുന്ന ഒരു സ്നേഹ സംസ്കാരമാണ്, ചരിത്രമാണ്. ഇവിടുത്തെ ആഴിയിലൂടെയാണ് ചീനക്കാരും അറബികളും പറങ്കികളുമായ പല ദേശക്കാർ പൊന്നാണയങ്ങൾ മുങ്ങിയെടുത്തത്, ലോക സംസ്കാരത്തിൻ്റെ പത്തേമാരികൾ തീർത്തുപോയത്. പൊന്നാണ്യ നഗരം അങ്ങനെ പൊന്നാനിയായെന്ന് പറയപ്പെടുന്നു. പുഴയും കായലും കനാലും കടലുമടക്കം ദൃശ്യവും അദൃശ്യവുമായ നിരവധി പ്രവാഹങ്ങളുടെ സംഘഭൂമിയിൽ പൗരാണിക കാലം മുതൽ പലരും വന്നു, പലരും ഭരിച്ചു, പലരും സ്വന്തമാക്കാൻ കൊതിച്ചു. ഇവിടുത്തെ കാറ്റ്, മണ്ണ്, കടൽ, കായലലകൾ അത്രത്തോളം മനുഷ്യർക്ക് മറക്കാനാവാത്തതാണ്. അത്രമേൽ സ്നേഹത്തിൻ്റെതാണ്, അത്രമേൽ സാഹോദര്യത്തിൻ്റെതാണ്. ജാതി മത വർണ്ണവർഗ ചിന്തകളില്ലാതെ ഈ മണ്ണിൽ മനുഷ്യരുടെ വേരുകൾ ഉണർന്നു കിടക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാകാം ഇന്നുവരെ ഇവിടെ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ സംഘർഷങ്ങളോ കൊലപാതകങ്ങളോ ഉണ്ടാകാതിരുന്നു. 1921 മാപ്പിള ലഹളക്കാർ പുഴ കടന്ന് പൊന്നാനിയിലുമെത്തി. ബ്രിട്ടീഷ് അധിനിവേശത്തിലും ജന്മിത്വത്തിലും വശം കെട്ട് ക്ഷുഭിതരായ കലാപകാരികളായ മനുഷ്യരെ കല്യാണ വീട്ടിലെ സ്നേഹത്തിന്റെ നെയ്ച്ചോറൂട്ടി സമാധാനപ്പെടുത്തി തിരിച്ചയച്ചു ഇന്നാട്ടിലെ മനുഷ്യർ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ജൈനനും പാർസിയും ഗുജറാത്തിയും നായാടിയും നമ്പൂരിയുമെല്ലാം ഒന്നായി ചേരുന്ന പഴയ ചേരമാൻ പെരുമാളിന്റെ നാട്ടുകാർക്കെങ്ങനെ പകയുടെയും വിദ്വേഷത്തിന്റെയും കലാപം നടത്താനാകും? എന്നാൽ അവർ പൊരുതിയിട്ടുണ്ട്. ഈ നാടിന്റെ സമാധാനവും സന്തോഷവും തകർക്കാൻ വന്ന പറങ്കികൾക്കെതിരിൽ, ഡച്ചുകാർക്കെതിരിൽ, ബ്രിട്ടീഷുകാർക്കെതിരിൽ. ഒരു കാലത്ത് ഈ ദേശം വൈജ്ഞാനിക സാംസ്കാരിക ആസ്ഥാനം കൂടിയായിരുന്നു. ലോകത്തെ മുഴുവനും വിദ്യയുടെ വിളക്കത്തിരിക്കാൻ ക്ഷണിച്ച നാട്. വൈദേശികാധിപത്യത്തിനെതിരെ ഗാന്ധിജിക്കും മുമ്പ് നികുതി നിഷേധ സമരങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച നാട്. കുഞ്ഞാലി മരക്കാർമാരെ പോലെയുള്ള നാവിക പോരാളികളുടെ നാട്. കേരള നവോത്ഥാനത്തിന്റെയും സാഹിത്യത്തിന്റെയും നെടുംതൂണായ പൊന്നാനി കളരിയുടെ നാട്. എത്ര മഹാരഥന്മാരായ മനുഷ്യർക്ക് ഈ നാട് ജന്മം നൽകി. ഇവിടെ വന്നവരും വസിച്ചവരും ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയവരും ചരിത്രം സൃഷ്ടിച്ചവരാണ്, ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയവരാണ്. കേരളത്തിന്റെ പൗരാണിക ചരിത്രം തൊട്ട് കലയും സംസ്കാരവും സാഹിത്യവും നവോത്ഥാനവും ആധുനികതയും ഉത്തരാധുനികതയും മതവും രാഷ്ട്രീയവും അടക്കം ഏത് മേഖലയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാലും ഈ നാടിനു വേണ്ടി മാത്രമായി ഒരധ്യായമുണ്ട്. പൊന്നാനി പള്ളിയും സമീപമുള്ള മൗനത്തുൽ ഇസ്ലാം സഭയും എത്രത്തോളം തലയെടുപ്പിലാണോ ഈ നഗരത്തിൽ നിൽക്കുന്നത്, അതേ തലയെടുപ്പിൽ സെന്റ് ആന്റണീസ് പള്ളിയും വിജയമാതാ കോൺവെന്റും CSI സഭയുടെ ബാസ്റ്റൽ മിഷൻ ചർച്ചും തൃക്കാവ് അമ്പലവും കണ്ടുകുറുമ്പക്കാവ് ക്ഷേത്രവും ഗുജറാത്തി സമാജവും നായാടിത്തറയും പുലയത്തറയും തല ഉയർത്തി നിൽക്കുന്ന ഇടം. ഏതു പ്രളയത്തിനും തടുക്കാനാകാത്ത വിധം പരസ്പര സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കാരുണ്യ പുഴകൾ ഒഴുകിച്ചേരുന്നു.
പങ്കുവെക്കാൻ മാത്രം അറിയാവുന്ന കുറേ മനുഷ്യരുള്ള ഈ നാട്ടിൽ ഒട്ടനവധി സ്നേഹബഹുമാനങ്ങളും പാലിയേറ്റീവ് കെയറും ഡയാലിസിസ് സെന്ററുമടക്കമുള്ള ജനകീയ കൂട്ടായ്മ സ്ഥാപനങ്ങളും എണ്ണമറ്റ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളും സജീവമാണ്. ഇതിൻ്റെയൊക്കെ ജീവനാഡിയായി പ്രവർത്തിക്കുന്നതാവട്ടെ പ്രവാസത്തിലും ഈ ദേശത്തിനോടുള്ള കനിവും കരുതലും കൈവിടാത്ത നിസ്വാർത്ഥരായ കുറേ മനുഷ്യസ്നേഹികളും. അത്തരം മനുഷ്യരുടെ നേതൃത്വത്തിൽ ആഗോള പൊന്നാനിക്കാരെ ഒരു കുടക്കീഴിൽ അണിനിരത്തിയ പ്രസ്ഥാനമാണ് PCWF അഥവാ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ. ജീവകാരുണ്യ രംഗത്ത് കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ 17 വർഷങ്ങൾക്ക് മുമ്പാണ് രൂപീകൃതമാകുന്നത്. സാമൂഹിക വിപത്തായ സ്ത്രീധനത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടും കൗമാരക്കാർക്കിടയിലെ വർദ്ധിച്ചുവരുന്ന ലഹരി ആസക്തിക്കെതിരെ പോരാട്ടങ്ങൾ നയിച്ചുകൊണ്ടും മാലിന്യമുക്ത പൊന്നാനിയിലൂടെ ആരോഗ്യ പരിപാലന രംഗത്ത് ശ്രദ്ധയൂന്നിയും അനുദിനം വളർന്നുവരുന്ന PCWF ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ പൊന്നാനിക്കാർക്ക് താങ്ങും തണലുമാകുന്നു. നാട്ടിലെന്ന പോലെ തന്നെ ഒരുമിച്ചുകൂടാൻ കഴിയുന്ന പ്രവാസി പൊന്നാനിക്കാരുള്ള എല്ലാ രാജ്യത്തും ഇന്ന് PCWF സ്വന്തം ചാപ്റ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രവാസി സമൂഹത്തെ ചേർത്തുപിടിച്ച എണ്ണസമ്പുഷ്ടമായ അറേബ്യൻ സംസ്കാരത്തിൻ്റെ തലസ്ഥാനമായ കുവൈറ്റിൽ 2014 ഒക്ടോബർ മാസത്തിലാണ് PCWF പിറവിയെടുക്കുന്നത്. വെറുമൊരു പതിറ്റാണ്ടിനകം പൊന്നാനി സംഗമം, ഇഫ്താർ സംഗമം, ഈദ് സംഗമം, ഫാമിലി പിക്നിക്, തൊഴിൽ ബോധവൽക്കരണം, ഫുട്ബോൾ, ക്രിക്കറ്റ് മത്സരങ്ങൾ, പൊന്നോത്സവ് തുടങ്ങിയ ഒട്ടേറെ ജനപങ്കാളിത്ത പരിപാടികൾ കൊണ്ട് കുവൈറ്റിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമാവാൻ PCWF കുവൈറ്റ് ഘടകത്തിന് കഴിഞ്ഞു. മർത്യനെ അവൻ്റേതാം മാർഗത്തിൽ ചേർക്കാനായി പുത്തനാമൊരു പള്ളി തീർക്കാമോ പൊന്നാനിയിൽ? പാറമേലല്ല, പൊള്ളുമാ മണൽക്കാട്ടിലല്ല, മാളികപ്പുറത്തല്ല, മാനവഹൃദയത്തിൽ. മതമല്ലല്ലോ മാൺപുമുണ്മയും, മനുഷ്യന്റെ ഹിതമേ വിവേകമേ നീ വിധികർത്താവിനി. പൂജയും കൂദാശയും ഈമാനും കൂട്ടായി കൃഷി ചെയ്തൂടെ ദുനിയാവിൽ? എങ്കിലങ്ങനെ തന്നെ അത്തീർപ്പിനപ്പീലുണ്ടോ? ഞങ്ങളേവരും ഏകലോകക്കാർ പൊന്നാനിക്കാർ, ഞങ്ങളേവരും ഏകലോകക്കാർ പൊന്നാനിക്കാർ. മതജാതി രാഷ്ട്രീയ ഭിന്നതക്കപ്പുറം നമ്മളൊന്നാണെന്ന ഒറ്റ വികാരത്തിൽ ചേർത്ത് പിടിക്കലിന്റെ ഈ കുടക്കീഴിൽ പൊന്നാനിക്കാരുടെ ആഗോള കൂട്ടായ്മ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ കുവൈറ്റ് ഘടകത്തിന്റെ 10ാം വാർഷിക മെഗാ ഇവന്റിലേക്ക്, പൊന്നാനിക്കാരുടെ പൊന്നോത്സവ് 2K24ലേക്ക് ചേർന്നിരിക്കലിന്റെ ഈ വേദിയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.